ഉദിത ദൈവമേ രക്ഷക സമാധാനമേ ഹെൽത്ത് എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പ്രധാനമായും ചില എമർജൻസികൾ കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഒന്നാമത് നമ്മൾ ഷോക്ക് ആൻഡ് ഷോക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് പ്രധാനമായി ഹൈപ്പോവോളിമിക് ഷോക്ക്, കാർഡിയോജനിക് ഷോക്ക്, ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക്, ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്നീ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായി ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്ന ഉണ്ടാകുന്നതാണ്. കാർഡിയോജനിക് എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന ബ്ലഡ് പമ്പിങ്ങിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ്. അതിൽ മൂന്നാമത്തെ കാര്യം ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പരാജയത്തിലൂടെ ബ്ലഡ് വെസൽ വികസിക്കുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് എന്നുമ്പോൾ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒബ്സഷനിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഷോക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിലും മറ്റു ഭാഗങ്ങളിലും ബ്ലഡ് കട്ടയാകുന്നതിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതായത് ഈ ബ്ലഡ് കട്ടയാകുന്നതിന് ഫലമായിട്ട് നമ്മൾ പെട്ടെന്ന് പേഷ്യൻ്റ് മരിക്കാനുള്ള സാധ്യതയുണ്ട് ബ്രെയിനിലൊക്കെ. അപ്പം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതാണ് ഈ സ്ട്രോക്ക് എന്ന കാര്യവും. അതുകൊണ്ട് മറ്റൊരു കാര്യം എമർജൻസി ഇൻ സർജറി. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സർജറി ആവശ്യപ്പെടുന്ന കേസുകളുണ്ട്. പെട്ടെന്ന് പേഷ്യൻ്റ് വരികയും അതെന്താണ് കണ്ടുപിടിക്കണം. അപ്പൻഡിസൈറ്റിസ്, അതുപോലെ തന്നെ ബ്ലീഡിങ് പ്രശ്നം ഉണ്ടാകുന്ന സ്ത്രീകളിലുണ്ടാകുന്ന ബ്ലീഡിങ്ങൾ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ പിന്നെ ട്രോമ കേസുകൾ, അതല്ല എമർജൻസി അപ്പൻഡിസൈറ്റിസ് ഒക്കെ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് മരണത്തിലേക്ക് പോകാം. തലയിലുണ്ടാകുന്ന ബ്ലീഡിങ് കൂടിക്കഴിഞ്ഞാൽ മരണത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിങ് ഉണ്ടായ ഫലമായി മരണത്തിൽ വരെ കാണാം. അത് പെട്ടെന്ന് സർജറി ചെയ്ത് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്. അടുത്ത കാര്യം സേഫ്റ്റി ഇൻ ഒക്കുപേഷണൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി ചെയ്യുന്നവർക്കുണ്ടാകും സുരക്ഷിതത്വമാണ്. ഒത്തിരി പ്രശ്നങ്ങൾ ജോലി ചെയ്യുന്നവർക്കുണ്ടാകും, ഡോക്ടേഴ്സും നേഴ്സുമാർക്കും അതുപോലെ ബൈസ്റ്റാൻഡേഴ്സിനും ഉണ്ടാകും. അതായത് ഇൻഫെക്ഷൻ, ട്രോമ, അതുപോലെ നീഡിൽ പ്രിക്ക്, അതുപോലെ പ്രധാന ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പല അസുഖങ്ങളും നമ്മുടെ നേഴ്സുമാർ വന്ന് കയറാം. അതുപോലെ തന്നെ പല ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പല കോസ്റ്റൽ ഇൻഫെക്ഷനുകൾ, നസോക്കോമിയൽ ഇൻഫെക്ഷൻ, എൻവയറൽ ഇൻഫെക്ഷനൊക്കെ രോഗികൾ നമ്മുടെ സ്റ്റാഫ് നേഴ്സ് വരാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ മാനേജ്മെൻറ്റാണ്. ബയോമെഡിക്കൽ മാനേജ്മെൻറ്റ് പറയുമ്പോൾ വളരെ വിലപ്പെട്ടതാണ്. ഈ ബയോമെഡിക്കൽ മാനേജ്മെൻറ്റിൽ സ്റ്റാഫ് നഴ്സ്, അതായത് ഉത്തരവാദിത്തം ബൈസ്റ്റാൻഡേഴ്സിനുണ്ട്. ഈ ബയോമെഡിക്കൽ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വ്യത്യസ്ത രോഗങ്ങൾ, ഇൻഫെക്ഷൻ വന്ന് കടന്നു വരും. അതുകൊണ്ട് എവിടെയാണ് ഫുഡ് വേസ്റ്റുകൾ ഇടേണ്ടത്, എവിടെയാണ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഇടേണ്ടത്, എത്ര ക്ലീനായി ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സ്റ്റാഫ് നേഴ്സിനോടൊപ്പം തന്നെ ക്ലീനിങ് സ്റ്റാഫിനും അതോടൊപ്പം തന്നെ ബൈസ്റ്റാൻഡേഴ്സിനുണ്ട്. ബൈസ്റ്റാൻഡേഴ്സിനെ പറ്റും പലപ്പോഴും കെയർഫുൾ ആണോ എന്ന കാര്യം സംശയമുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണം. ഭക്ഷണം എടുക്കുന്ന സ്ഥലത്ത് ഭക്ഷണം എടുക്കാനും, അതുപോലെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട് വേസ്റ്റ് പ്രൊഡക്റ്റ് ഇടുവാനും, അതുപോലെ തന്നെ പേപ്പർ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള മാനേജ്മെൻറ്റ്, ഇതെല്ലാം വളരെ വിലപ്പെട്ട ഒറ്റൊരു കൂട്ടായ്മയിലുമാണ്. അതൊരു ഹോസ്പിറ്റൽ ഹെൽത്ത് വർക്കേഴ്സിന് മാത്രമല്ല, അതുപോലെ പൊതുജനങ്ങൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും ചിലപ്പോൾ ചില സംഗതി രോഗികൾക്കും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇതിൽ കൂട്ടത്തോടെ ചെയ്യാൻ നമുക്ക് നല്ലൊരു ഹെൽത്ത്